അരീക്കോടിന്റെ ഇടനെഞ്ചിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന ചാലിയാറിന്റെ തീരം. ഇവിടെ നിന്ന് കുറച്ചു പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ താഴത്തങ്ങാടി ജുമാ മസ്ജിദിലെത്തും. എന്താണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദിന്റെ പ്രസക്തി? ചരിത്രത്തിൽ എങ്ങനെയാണ് അത് ഇടം പിടിച്ചത്? നമുക്ക് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. മഞ്ചേരി പയ്യനാട് സ്വദേശിയായിരുന്ന അഹമ്മദ് കുരിക്കൾ എന്നൊരു സൂഫി വര്യൻ അക്കാലത്ത് നാട്ടിൽ ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കൊരു കേസ് എത്തുകയാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നതിൻ്റെ വടക്കേ ഭാഗത്ത് ആയി ഒഴുകുന്ന ചാലിയാർ പുഴയുടെ മറുകര ഭാഗത്തായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോവിലകത്ത് സാമാന്ത രാജാക്കന്മാരുടെ തമ്പ്രാന്മാരിൽപ്പെട്ട ഒരു തമ്പ്രാൻ്റെ മകൾക്ക് കണ്ണിന് കാര്യമായ എന്തോ ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ട്. അതിൻ്റെ ചികിത്സാവശ്യാർത്ഥമായിരുന്നു അവർ ഈ അഹമ്മദ് കുരിക്കളെ സമീപിച്ചിരുന്നത്. അങ്ങനെ അഹമ്മദ് കുരിക്കൾ ചികിത്സ നടത്തുകയും രോഗം ഭേദമാകുകയും ചെയ്തു. ഇതിൻ്റെ പ്രതിഫലമായിട്ട് ആ സാമാന്ത രാജാക്കന്മാർ ഇദ്ദേഹത്തിന് എന്തും പ്രതിഫലമായി നൽകാമെന്ന് ഏൽക്കുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ നാട്ടിലെ ഈ പ്രദേശത്തുകാരുടെ പ്രതിസന്ധി, നിസ്കരിക്കാനുള്ള, ആരാധന നടത്താനുള്ള പ്രതിസന്ധി മനസ്സിലാക്കി അദ്ദേഹം വലിയൊരു പള്ളി നിർമ്മാണം ഇവിടെ ആവശ്യമാണെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ പള്ളിയുടെ ഭൂമിയും ഈ പള്ളിയും ഈ നാട്ടുകാർക്ക് സ്വന്തമാകുന്നത്. ഏകദേശം ക്രിസ്തു വർഷം 1759 ഹിജറ വർഷം 1181 ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇന്നും കേരളത്തിൻ്റെ തനതായ പാരമ്പര്യം നിലനിർത്തുന്നുണ്ട് ഈ പള്ളി. താഴെയങ്ങാടി പള്ളിയുടെ പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രത്യേക പരാമർശം അർഹിക്കുന്നതും അതുപോലെ തന്നെ മറ്റു പള്ളികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഇതിൻ്റെ ഒരു യുണീക്കായിട്ടുള്ളൊരു സവിശേഷതയാണ് ഇതിൻ്റെ ചുമലുകളിൽ ആവിഷ്കരിച്ചിട്ടുള്ള ചിത്രങ്ങൾ. ഈ ചിത്രരൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് മസ്ജിദുൽ ഹറമിനെയാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചിത്രം ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 300 വർഷങ്ങൾക്ക് ശേഷമുണ്ടായ മസ്ജിദുൽ ഹറമിലുണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയവയെ ചിത്രീകരിക്കാൻ ഇതിൽ സാധിച്ചിട്ടില്ല. അതുപോലെ മറ്റൊരു ചിത്രീകരണമാണ് മദീന മുനവറ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകമായ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാരുടെ മക്ബറകളെ ഇതിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മദീന മുനവറയുടെ മനോഹരമായ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തുന്ന വളരെ മനോഹരമായ ചിത്രീകരണമാണ് ഇതിലൂടെ സാധ്യമാക്കിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു ചിത്രീകരണമാണ് ഈ പായക്കപ്പലിലൂടെ കാണാൻ സാധിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന ഈ അടയാളപ്പെടുത്തലിലൂടെ അള്ളാഹുവിലുള്ള വിശ്വാസം എത്രമേൽ ഒരു മുസ്ലിമായി ജീവിക്കുന്നതിന് അനിവാര്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചിത്രീകരണമാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക പ്രത്യേകതകളെ അടയാളപ്പെടുത്തുന്ന നാമങ്ങളാണ് ഇതിൽ കുറിച്ചിട്ടുള്ളത്. ഇസ്മു ഷമായിൽ, ബയാദുൽ ലൗൻ തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ സവിശേഷതകളെയാണ് ഈ ചിത്രത്തിൽ കുറിച്ചിടുന്നത്. മുസ്ലിമായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതുമായ അടിസ്ഥാന തത്വമാണ് ഇസ്ലാം, ഈമാൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇസ്ലാമിനെയും ഈമാനിനെയും ഒരു പായ്ക്കപ്പലിലൂടെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണിത്. ഇതിൻ്റെ ബേസ് നിർമ്മിച്ചിട്ടുള്ള ഈമാൻ കാര്യങ്ങളെ കൊണ്ടാണ്. അതുപോലെ ഇതിൽ നമുക്ക് 5 തൂണുകളെ കാണാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെയാണ് ഈ തൂണുകളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഇസ്ലാമിലെ കർമ്മ നിയമങ്ങളുടെ സുന്നത്തായ കാര്യങ്ങളും വാജിബായ കാര്യങ്ങളും വേർതിരിച്ചറിയുന്ന രൂപത്തിൽ ഈ പായ്ക്കപ്പലിലൂടെ നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് പള്ളിയുടെ മുഖ്യ ഭാഗം. ഇതിൻ്റെ പിന്നിലായിട്ട് മിമ്പറും അതിന് ചുറ്റുവട്ടത്തായിട്ട് തൂണുകൾ കാണാൻ സാധിക്കും. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്കുകൾ കൊണ്ടാണ്. 1921 മലബാർ കലാപവുമായിട്ട് ഈ പള്ളിക്ക് വലിയൊരു ബന്ധമുണ്ട്. അതിൻ്റെ അടയാളങ്ങളെല്ലാം ഈ തൂണുകളിലും മിമ്പറിലുമുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ കലാപ സമയത്ത് പള്ളിയെ ആക്രമിക്കുകയും അവർ പള്ളിയിൽ വെട്ടിയതിൻ്റെയും തോക്കുകൾ കൊണ്ട് ഉരച്ചതിൻ്റെയും അടയാളം കാണാൻ സാധിക്കും. ചരിത്രത്തിൽ അത്രമേൽ അടയാളപ്പെടുത്താതെ പോയ
പൈതൃകങ്ങളെ ആവിഷ്കരിക്കുവാനുള്ള ഒരു എളിയ ശ്രമമായിരുന്നു ഇത്. ചരിത്രം അവസാനിക്കുന്നില്ല. കിളികൾ കൂടണയുന്നു, നമുക്കും വീടണയാം. അസ്സലാമു അലൈക്കും.